പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിലേക്ക് എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. പറശ്ശിനിക്കടവും മൃദംഗശൈലേശ്വരി ക്ഷേത്രവും മാടായിക്കാവും പയ്യന്നൂർ അമ്പലവും തൃച്ചംബരവും ഒക്കെ ചേർന്ന് കഥകൾ മെനഞ്ഞ കണ്ണൂരിൽ വിടാതെ ചേർത്തു പിടിക്കേണ്ട മറ്റൊരു സ്ഥാനം കൂടിയുണ്ട്. തളിപ്പറമ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വര ക്ഷേത്രം. വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ മാത്രമല്ല, ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളും കഥകളും കൊണ്ട് പ്രസിദ്ധമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. സദ്യശീരായ സ്ത്രീകൾ ഗർഭാവതികളായിരിക്കുമ്പോൾ 3 ക്ഷേത്രങ്ങൾ സഞ്ചരിക്കുന്ന പതിവുണ്ടായിരുന്നു. രാജരാജേശ്വര ക്ഷേത്രവും തൃച്ചംബരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രവും തളിപ്പറമ്പിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള കാഞ്ഞിരങ്ങാട്ടെ വൈദ്യനാഥ ക്ഷേത്രവുമാണ് ഈ 3 ക്ഷേത്രങ്ങൾ. ശിവൻ കുഞ്ഞിന് പ്രതാപവും, തൃച്ചംബരത്തെ ശ്രീകൃഷ്ണൻ കുഞ്ഞിന് നല്ല സ്വഭാവവും, കാഞ്ഞിരങ്ങാട്ടെ വൈദ്യനാഥൻ ദീർഘായുസ്സും പ്രദാനം ചെയ്യും എന്നതായിരുന്നു വിശ്വാസം. ഇന്നും ഈ വിശ്വാസം നിലനിന്നു പോരുന്നുണ്ട്. കേരളത്തിലെ തന്നെ അതിപുരാതനമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച 108 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പക്ഷേ പരശുരാമൻ പുനർനിർമ്മാണം നടത്തിയതാണെന്നും ഒരു വിശ്വാസമുണ്ട്. പാർവതി ദേവിയുടെ ശക്തിപീഠങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം. സതീദേവിയുടെ സ്വയം ദഹനത്തെ തുടർന്ന് ശിവന്റെ താണ്ഡവത്തിനു ശേഷം സതീദേവിയുടെ ശിരസ് ഇവിടെ വീണു എന്നതാണ് ഐതിഹ്യം. രാജാക്കന്മാരുടെ രാജാവ് അഥവാ രാജരാജേശ്വരനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. ചക്രവർത്തി എന്നും പെരുന്തൃക്കോവിലപ്പൻ എന്നും പെരുഞ്ചെല്ലൂരപ്പൻ എന്നും വിശ്വാസികൾ സ്നേഹപൂർവ്വം ഇവിടെ രാജരാജേശ്വരനെ വിളിക്കുന്നു. ജ്യോതിർലിംഗ ശിവലിംഗമാണ് ഇവിടെയുള്ളതെന്നും വിശ്വസിക്കപ്പെടുന്നു. സമൂഹത്തിലെ പ്രസിദ്ധമായ പല ആളുകളും രാജരാജേശ്വരന്റെ വിശ്വാസികളായതിനാൽ ക്ഷേത്രം മിക്കപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ക്ഷേത്ര മതിലകത്തിന്റെയും ദീർഘചതുരാകൃതിയിലുള്ള ഇവിടുത്തെ ശ്രീകോവിലിന്റെയും നിർമ്മാണ ചാരുത വളരെ പ്രത്യേകതയേറിയതാണ്. 2 തട്ടുകളായി നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനു മുൻപിലുള്ള വളരെ വലിപ്പമേറിയ നമസ്കാര മണ്ഡപവും മനോഹരമാണ്. രാമായണം, മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള മനോഹരമായ കൊത്തുപണികൾ ഈ മണ്ഡപത്തിലുണ്ട്. എന്നാൽ ക്ഷേത്രത്തിന് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിമരമില്ല. അസാമാന്യ വലിപ്പമുള്ള ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഏകദേശം വൈക്കത്തെ ശിവലിംഗത്തിനടുത്ത് വലിപ്പം ഇതിനുമുണ്ട്. ശിവലിംഗത്തിന് കിഴക്കോട്ടാണ് ദർശനം. രാജരാജേശ്വര സങ്കല്പമായതിനാൽ പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ എന്നിവരും ശിവനോടൊപ്പം കുടികൊള്ളുന്നതായി പറയപ്പെടുന്നു. ഇവർക്കെല്ലാം ശ്രീലകത്ത് സങ്കല്പ പൂജകളുമുണ്ട്. പ്രധാന മൂർത്തികൾക്കു പുറമെ ഉപദേവതകളായി പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, മഹാകാളൻ, ശ്രീകൃഷ്ണൻ, നന്ദികേശൻ, യക്ഷി, വൃഷഭൻ, പുറത്ത് ഭൂതനാഥൻ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണ കണ്ടുവരാത്ത തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെയുണ്ട്. എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നു മാത്രവുമല്ല, സ്ത്രീ പ്രവേശത്തിന് പ്രത്യേക വ്യവസ്ഥകളും ഇവിടെ ബാധകമാണ്. ആചാരങ്ങളിൽ മാത്രമല്ല, കഥകളിലും വ്യത്യസ്തമായ സ്ഥാനം രാജരാജേശ്വര ക്ഷേത്രത്തിനുണ്ട്. ഏറെ പ്രത്യേകതകളുള്ള 3 ശിവലിംഗങ്ങൾ ബ്രഹ്മാവിന്റെ പക്കൽ ഉണ്ടായിരുന്നു അത്രേ. ഏറെ വിശേഷപ്പെട്ട ഈ ശിവലിംഗങ്ങൾ ശിവൻ വഴി സ്വന്തമാക്കിയ പാർവതീദേവി ഇത് പൂജിച്ചു വന്നിരുന്നു. ഒരിക്കൽ മാന്ധാതാവ് മഹർഷിയിൽ സംതൃപ്തനായ ശിവൻ ഇതിലൊന്ന് അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായി. ശ്മശാനങ്ങളില്ലാത്തയിടത്ത് മാത്രമേ പ്രതിഷ്ഠിക്കാവൂ എന്നായിരുന്നു ശിവൻ നൽകിയ നിർദ്ദേശം. ഇതനുസരിച്ച് ഏറെ അലഞ്ഞ മഹർഷി ഒടുവിൽ ഇവിടെ എത്തിയപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഇടം ഇതാണെന്ന് മനസ്സിലാക്കി ഇവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശിവലിംഗം അപ്രത്യക്ഷമായി. പിന്നീട് മാന്ധാതാവിന്റെ മകനായിരുന്ന മൂച്ചുകുന്ദൻ ശിവനോട് പ്രാർത്ഥിച്ച് 2ാമത്തെ ശിവലിംഗം നേടി തളിപ്പറമ്പിൽ തന്നെ പ്രതിഷ്ഠിച്ചു. കാലക്രമേണ അതും അപ്രത്യക്ഷമായി. പിന്നീട് ഇവിടെ ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ ശതസോമൻ എന്ന രാജാവിനാണ് 3ാമത്തെ ശിവലിംഗം ലഭിച്ചത്. അദ്ദേഹം പ്രത്യേക പൂജകൾ നടത്തി ക്ഷേത്രം പണിത് അവിടെ പരിപാലിച്ചു പോന്നു. സ്ത്രീ പ്രവേശത്തിന് ഒട്ടേറെ നിബന്ധനകളുള്ള ക്ഷേത്രമാണിത്. പുരുഷന്മാർക്ക് അനുവദിച്ചിരിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഇവിടെ പ്രവേശനം അനുവദിക്കാറില്ല.
ആചാരപ്രകാരം പകൽ സമയത്ത് പുരുഷന്മാർ മാത്രമേ നാലമ്പലത്തിൽ പ്രവേശിക്കാറുള്ളൂ. വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് ശേഷം ഭഗവാൻ തന്റെ പത്നിയായ പാർവതി ദേവിയോടൊപ്പം മക്കളായ ഗണേശൻ, സുബ്രഹ്മണ്യൻ എന്നിവർക്കുമൊപ്പം വളരെ പ്രസാദകരവും കൃപയുള്ളതുമായ ഒരു ഭാവത്തിലാണെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. സ്ത്രീകൾക്ക് നാലമ്പലത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമായി ഇത് കണക്കാക്കപ്പെടുന്നു. ദിവ്യ ദമ്പതികളെ ആരാധിക്കുവാൻ അവസരവും ലഭിക്കുന്നു. ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഭദ്രകാളി ദേവിയെ ആരാധിച്ചിരുന്നതായും പിന്നീട് ഈ വിഗ്രഹം എടുത്ത് മാടായിക്കാവിലെ ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചതായും പറയപ്പെടുന്നു. മംഗല്യപൂജ ഇവിടത്തെ പ്രധാന പൂജകളിൽ ഒന്നാണ്. ഇത് നടത്തിയാൽ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറുമെന്നതാണ് വിശ്വാസം. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ പൂജക്കായി വരാറുണ്ട്. പുലർച്ചെ 4 മണിക്ക് തന്നെ ക്ഷേത്രം പൂജകൾക്കായി നട തുറക്കും. ഉച്ചയ്ക്ക് 12 മണി വരെ നട തുറന്നിരിക്കും. പിന്നീട് അടയ്ക്കുന്ന നട തുറക്കുന്നത് വൈകിട്ട് 5:30-ക്കാണ്. ശേഷം അത്താഴ പൂജ കഴിഞ്ഞ് രാത്രി 8 മണി വരെ ക്ഷേത്രം തുറന്നിരിക്കും. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ പരമശിവന് നീതിക്കുവാനായി ചെറിയ മൺപാത്രങ്ങളിൽ നെയ്യ് ക്ഷേത്രത്തിലെ സോപാനപ്പടിയിൽ വയ്ക്കുന്നത് ഇവിടത്തെ പ്രധാന വഴിപാടാണ്. ഇതിനെ നെയ്യ് അമൃത് എന്നാണ് പറയുക. ഇങ്ങനെ കിട്ടുന്ന നെയ്യ് അഭിഷേകത്തിനും വിളക്കിനും ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ ശിവൻ എന്ന സങ്കല്പം മുഖ്യമാണെങ്കിലും കൂവളപ്പൂ ഈ ക്ഷേത്രത്തിൽ പൂജക്കെടുക്കുന്നതിൽ വിലക്കുണ്ട്. തുളസിയാണ് ഇവിടെ പ്രധാനമായ പൂജാ പുഷ്പം. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ വിശേഷമായ തിങ്കളാഴ്ചയ്ക്കു പകരം ബുധനാഴ്ചയാണ് ഇവിടെ പ്രധാന ദിനം. പ്രദോഷവ്രതം ഇവിടെ ആചരിക്കപ്പെടുന്നില്ല. മാത്രവുമല്ല, ശിവരാത്രി ദിവസവും ധാരയും ഇവിടെ പതിവില്ല. കൂടിയാട്ടത്തിനും ചാക്യാർകൂത്തിനും ഈ സ്ഥലം ഏറ്റവും പവിത്രമായി കാണപ്പെടുന്നു. പുതിയ കൂടിയാട്ടം സംവിധാനം ചെയ്യുമ്പോൾ ആദ്യം അവതരിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. ടിപ്പു സുൽത്താന്റെ പടയോട്ടവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇവിടെ ഉണ്ടായിരുന്ന 7 രാജഗോപുരങ്ങളും അന്ന് ടിപ്പുവിന്റെ ആക്രമണത്തിൽ നശിക്കപ്പെട്ടു അത്രേ. ഇതിന് വിശേഷിപ്പുകൾ ഇന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ രാജരാജേശ്വരനെ തേടിയെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തിരിക്കുന്നു.